ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള ചിക്കൻ ഷവർമ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ അര ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അര കപ്പ് റവ കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി അങ്ങ് കുഴച്ചെടുക്കാം. ഈസ്റ്റ് വെള്ളത്തിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്നത് ചെറു ചൂടുള്ള വെള്ളമാണ്. അതുപയോഗിച്ച് മാവ് നന്നായി അങ്ങ് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 7-8 മിനിറ്റോളം തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതുണ്ട്. എങ്കിലേ നമ്മുടെ മാവ് നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 1 സ്പൂൺ എണ്ണ തടവിയതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ച് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതോടെ തുറന്ന് നോക്കുകയാണ്. നമ്മളുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിനൊന്നുകൂടി ചെറുതായി ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിനെ ഓരോരോ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. ഞാനിവിടെ 6 ബോൾസാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. ഒരു പലകയിൽ അല്പം മാവിട്ടതിന് ശേഷം ഒന്നങ്ങ് പരത്തിയെടുക്കാം. ചപ്പാത്തി പോലെ വളരെ തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഷവർമയുടെ കുബൂസ് ആയതുകൊണ്ട് ഒരല്പം കട്ടിക്ക് നമുക്ക് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് വലിപ്പവും ആവശ്യമില്ല. ചെറിയ രീതിയിൽ തന്നെ പരത്തിയാൽ മതിയാവും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു ഫ്രൈ പാനിലിട്ട് ചുട്ടെടുക്കാം. ഒരു സൈഡ് ചെറിയ ബബിൾസായിട്ട് വരുന്ന സമയത്ത് നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞൊരു 10 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും തിരിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായി പൊങ്ങി വരാൻ തുടങ്ങും. കുബൂസ് ചുട്ടെടുക്കുന്ന സമയം ഫ്ലെയിം ഹൈ ടു മീഡിയം ആയിരിക്കണം. ഒരുപാട് ലോ ആയി പോയാൽ ഇത് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. 3-4 തവണ ഇത് തിരിച്ചു മറിച്ചുമിട്ട് തന്നെ ചുട്ടെടുക്കണം. എങ്കിലേ ഇതിൻ്റെ അകം നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. നമ്മുടെ കുബൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 ടീസ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തെടുത്ത ചിക്കൻ നമ്മളൊരു 30 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. അതിനുശേഷം തയ്യാറാക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെ ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റുള്ള വെജിറ്റബിൾ ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു വശം മൂത്ത് വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. മറുവശം കൂടി മൂത്ത് വരുമ്പോൾ നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 ട്രിപ്പായിട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് തിന്നാവേണ്ട കാര്യമില്ല. എങ്കിലും കുറച്ചൊരു ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം.
ചിക്കൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെജിറ്റബിൾസ് ആണ്. 1/2 കപ്പ് ക്യാബേജ് അരിഞ്ഞത്, 1/4 കപ്പ് സവാള അരിഞ്ഞത്, 1/4 കപ്പ് കുക്കുംബർ, 1/4 കപ്പ് തക്കാളി, 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത്, 1/4 കപ്പ് ക്യാരറ്റ്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ബൗൾ ചെറുതായതുകൊണ്ട് വലിയൊരു ബൗളിലേക്ക് ഞാനത് ട്രാൻസ്ഫർ ചെയ്യാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എല്ലാം ചേർക്കാവുന്നതാണ്. ഇതിലിഷ്ടമില്ലാത്ത നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞതിന് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർക്കുമ്പോൾ അതിനകത്ത് കുരു ഉണ്ടാവാൻ പാടില്ല. ഇതിനെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഷവർമ റെഡിയാക്കി എടുക്കാം. ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഹോം മെയ്ഡ് മയോണൈസാണിത്. അതങ്ങ് തേച്ച് കൊടുക്കാം. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതുപോയി കാണാവുന്നതാണ്. അതുപോലെ കുബൂസിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്നങ്ങ് പറഞ്ഞു പോയത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് തക്കാളി സോസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നീളത്തിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിൻ്റെ നടുക്ക് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതിനെ 2 സൈഡിൽ നിന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം. ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലിൽ ചെയ്യാം. ഇതിനെ നമുക്ക് ടൈറ്റായിട്ടങ്ങ് മടക്കി വയ്ക്കാം. അതിൻ്റെ ബാലൻസ് വരുന്ന പേപ്പറിനെ നമുക്ക് അതിൻ്റെ അടിഭാഗത്തോട്ട് മടക്കി കൊടുത്ത് വയ്ക്കാം. നമ്മുടെ ഷവർമ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. വളരെ ഈസിയായി നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. വലിയ വില കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങേണ്ടതില്ല. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഷവർമയൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയായി തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാനതിൻ്റെ മറുപടി തീർച്ചയായിട്ടും നൽകുന്നതാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.